ആൻഡ്രൂ മാർവലിൻ്റെ ടു ഹിസ് കോയി മിസ്ട്രസ് എന്നുള്ള വർക്കാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ്രൂ മാർവൽ ഒരു ഇംഗ്ലീഷ് മെറ്റഫിസിക്കൽ പോയിറ്റാണ്, സറ്റയറിസ്റ്റ് ആണ്, പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിനെ പോയിറ്റ് ഓഫ് കോൺട്രഡിക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് റിലീജിയസ് ഡിവോഷനും സെൻഷ്വൽ തീംസും കൂടി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. അപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള തീംസ് വെച്ചിട്ടാണ് ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പോംസ് എന്ന് പറയുന്നത്. ജോൺ മിൽട്ടൻ്റെ ഫ്രണ്ട് ആൻഡ് കണ്ടംപററി ആണ്. ജോൺ മിൽട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുമുണ്ട്. ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് ടു ഹിസ് കോയി മിസ്ട്രസ്, ദ ഗാർഡൻ, ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ സറ്റയേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പം ടു ഹിസ് കോയി മിസ്ട്രസ് എന്നുള്ള വർക്ക് 3 സ്റ്റാൻസാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു മെറ്റഫിസിക്കൽ ആർഗ്യുമെൻറ്റ്സ് ആണ് 3 മെറ്റഫിസിക്കൽ ആർഗ്യുമെൻറ്റ്സ് ആണ് 3 സ്റ്റാൻസിലും പറഞ്ഞു പോയേക്കുന്നത്. ഇഫ്, ബട്ട്, ദെയർഫോർ. സ്റ്റാൻസ 1-നകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെയാണ് മാർവൽ ബിഗിൻ ചെയ്യുന്നത്. അതായത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിസ്ട്രസിനും എൻലെസ് ടൈം ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഷൈനസ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാതെ അയാൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയേനെ. അതായത് ഹർ ഷൈനസ് വുഡ് നോട്ട് മാറ്റർ. അതായത് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിലവഡ് അല്ലെങ്കിൽ ലവർ എന്ന് പറയുന്നത് വളരെ ഷൈ ആയിട്ടിരിക്കുവാണ് മിസ്ട്രസ്. അപ്പം ഷൈ ആയിട്ടിരുന്ന് സമയം കളയാനില്ല. ഒരുപാട് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഷൈനസ് എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആയിരുന്നു, ഈ ഒരു മോഡസ്റ്റി എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആയിരുന്നു. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഈ മോഡസ്റ്റി അല്ലെങ്കിൽ ഷൈനസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് വേസ്റ്റേജ് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഇമാജിൻസ് വളരെ സ്ലോ ആയിട്ട് എങ്ങനെ ഇവരെ ലവ് ചെയ്യാം. ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ, ടൈം ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾക്ക് നമ്മുടെ പോയിറ്റിന് അയാളുടെ മിസ്ട്രസിനെ വളരെ സ്ലോ ആയിട്ട് ലവ് ചെയ്യാമായിരുന്നു. അതായത് സെഞ്ച്വറീസ് എടുത്ത് അവരുടെ ഓരോ ബോഡി പാർട്ടിനെ പ്രേസ് ചെയ്ത് അവരുടെ വിർച്യൂസിനെ എല്ലാം പ്രേസ് ചെയ്ത് അഡ്മയർ ചെയ്ത് ജീവിക്കാമായിരുന്നു. ഇനി ബിബ്ലിക്കൽ അല്യൂഷൻസ് സ്റ്റാൻസ 1 പറയുന്നുണ്ട്. ഫ്ലഡിനെ കുറിച്ചും ജ്യൂസിൻ്റെ കൺവേർഷനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻസ എന്ന് പറയുന്നത് കുറച്ച് ഐറോണിക്കാണ്. കാരണം കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത്. അതായത് മോർട്ടാലിറ്റി ഉള്ളതുകൊണ്ട് ലോങ് ലവ് ഒന്നും നടക്കത്തില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ടൈം ഇല്ലാത്തത് കൊണ്ടും ലവ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഇൻഫിനിറ്റ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കോയിനസ് ഒരു ക്രൈമായി മാറുകയില്ല. പക്ഷേ ഈ ടൈം ഇല്ലാത്ത സമയത്ത് കോയിനസ് അല്ലെങ്കിൽ ഈ ഒരു ആവശ്യമില്ലാത്ത ഷൈനസ് എന്ന് പറയുന്നത് ലവിനെതിരെ ഉള്ളൊരു ക്രൈമായിട്ട് മാറും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്റ്റാൻസ 2-നകത്ത് റിയാലിറ്റി ഓഫ് ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡ്രമാറ്റിക്കലി ഈ ടോൺ ഷിഫ്റ്റ് ചെയ്ത്, പോയത്തിൻ്റെ ടോൺ ഷിഫ്റ്റ് ചെയ്ത് ഒരു സാഡ് റിയലിസത്തിലോട്ട് പോവുകയാണ്. അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈമിൻ്റെ വിങ്ഡ് ചാരിയറ്റ് ഇസ് ഹറിയിങ് നിയർ. അതായത് ഹ്യൂമൻ ലൈഫ് ഷോർട്ടാണ്, സമയം ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചാരിയറ്റിൽ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ചാരിയറ്റ് ഹാസ് ഗോട്ട് വിങ്സ്. അതായത് വളരെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ടൈം. അതായത് ഡെത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ടാണ്. ഇവൻച്വലി ഇറ്റ് വിൽ എൻഡ് ഇൻ ഡെത്ത്. അപ്പോൾ ഡെത്തിനെ വിവിഡായിട്ടാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാൻസ 2-നകത്ത്. അതായത് ഇൻ ദ ഗ്രേവിൽ അതായത് എന്താണ്, ഈ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ഇപ്പോൾ ഷൈനസ് കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെ മോഡസ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ബിലവഡിൻ്റെ ബ്യൂട്ടി ഡെത്തിലെന്ന് പറയുമ്പോൾ എന്തായി മാറും എന്നാണ് പറഞ്ഞേക്കുന്നത്. വേംസ് തിന്നത്തേ ഉള്ളൂ. ആൻഡ് ആ പ്രിസർവ്ഡ് ഭയങ്കര ലോങ് ആയിട്ട് വളരെ ഷൈ ആയിട്ട് മോഡസ്റ്റായിട്ട് ബിലവഡ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വിർജിനിറ്റി എന്ന് പറയുന്നത് വേസ്റ്റായി മാറത്തേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത്, പോയിറ്റ് പറയുന്നത്. ഈ ബ്യൂട്ടിയൊന്നും പിന്നീട് ഗ്രേവിൽ കാണില്ല. ഇറ്റ് വിൽ ഓൾ ബി ടേൺഡ് ഇൻ ടു ആഷസ് അല്ലെങ്കിൽ ഡസ്റ്റ് എന്നാണ് ആര് പറയുന്നത്, പോയിറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഇമേജറി വളരെ ഷോക്കിംഗ് ആൻഡ് വളരെ ക്രൂവലാണ് അല്ലേ. ആ ഒരു കോയിനസ് അല്ലെങ്കിൽ ആ ഒരു ഷൈനസിനെ അണ്ടർകട്ട് ചെയ്ത് അവളെ അല്ലെങ്കിൽ ബിലവഡിനെ റിമൈൻഡ് ചെയ്യുവാണ് ഫിസിക്കൽ ഡീക്കെ അല്ലെങ്കിൽ ഫിസിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇസ് നിയറിങ് ടു ഡീക്കെ. ഹ്യൂമൻ ലൈഫ് വളരെ ഷോർട്ടാണ്. സോ ഇപ്പോൾ ഈ കാണിക്കുന്ന ഷൈനസ് എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇപ്പോൾ ഈ ഫിസിക്കൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഈ ഒരു പിന്നെന്താ പറയുക, ഈ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ എൻജോയ് ചെയ്യേണ്ട സമയമാണ് ആ ഒരു യൂത്ത് എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ചതിന് ശേഷം എന്താണ്, ബ്യൂട്ടി അവിടെ ഇല്ല, ഉള്ളി ആഷസ് അല്ലെങ്കിൽ ഡസ്റ്റ് ആയിരിക്കും ഉള്ളത്. വേംസ് ആയിരിക്കും നിൻ്റെ ബ്യൂട്ടിയെ തിന്നുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ 3-കകത്തെന്ന് പറയുന്നത് കോൾ ടു ആക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാതിരിക്കുന്നത്. സോ ദെയർഫോർ നീ എന്ത് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റാൻസ 3-കകത്ത് പറയുന്നത്. ഒരു സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുകയാണ് ആൻഡ്രൂ മാർവൽ. ടൈം ഫ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലഷർ എല്ലാം ഉടനെ തന്നെ എന്ത് ചെയ്യണം, സീസ് ചെയ്യണം. അതായത് ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് തന്നെ ക്യാച്ച് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുവാണ് നമ്മുടെ പ്ലഷേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഇദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലഷറിൻ്റെ പുറകെ പോവുക, സമയം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് അതിനെ സീസ് ചെയ്യുക അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുക.
ആൻഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? അയൺ ഗേറ്റ്സ് ആണ് ലൈഫിനുള്ളത്. അപ്പോൾ അത് കടന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ മറികടന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് അപ്പോൾ ഈ കപ്പിൾ എന്ന് വെച്ചാൽ കപ്പിളിന് സ്ട്രെങ്ത്തിലും സ്വീറ്റ്നെസ്സിലും എല്ലാം യുണൈറ്റ് ചെയ്യുക, ഇൻറ്റൻസ് ആയിട്ട് ജീവിക്കുക. ബിക്കോസ് ടൈമിനെന്ന് പറയുന്നത് എന്താണ്? ടൈം കനോട്ട് കോൺകർ ദം പാസീവ്ലി. അപ്പോൾ ടോൺ വളരെ അർജൻറ്റായിട്ടും പെർസ്വേസീവായിട്ടും ഇറോട്ടിക്കായിട്ടും പറയുവാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പോയിറ്റ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാൻസ 3-ക്കകത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ ക്യാച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിലോസഫിയുടെ പേര് കാർപ്പെ-ഡെയം ഫിലോസഫി എന്നാണ്. അപ്പോൾ കാർപ്പെ-ഡെയം ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാലെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് ആക്ട് ചെയ്യുക. അതാണ് കാർപ്പെ-ഡെയം ഫിലോസഫി എന്ന് പറയുന്നത്. സോ സൊല്യൂഷൻ തന്നെ ഈ ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഒരു മൊമെൻറ്റ് ലവേഴ്സ് എന്ത് ചെയ്യുക? ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ സീസ് ചെയ്യുക. അല്ലാതെ എറ്റേണിറ്റി എന്ന് പറയുന്നതും ഒന്നും അവൈലബിൾ അല്ല ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീം വരുന്നത് കാർപ്പെ-ഡെയം ഫിലോസഫിയാണ്. കാർപ്പെ-ഡെയം എന്ന് വെച്ചാൽ സീസ് ദ ഡേ അല്ലെങ്കിൽ സീസ് ഓപ്പർച്യൂണിറ്റി. അതാണ് ഇതിനകത്ത് സെൻട്രൽ തീം. ലൈഫ് ഷോർട്ടായതുകൊണ്ട് ലവേഴ്സ് ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം ഇൻ ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഷൈനസ്. പിന്നെ പാസേജ് ഓഫ് ടൈമിനെ കാണിക്കുന്നു. ടൈമിനെ ഇവിടെ ഒരു പ്രിഡേറ്ററിനെ പോലെയാണ് പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഹ്യൂമാനിറ്റിയെ ചേസ് ചെയ്ത് ഡെത്തിലോട്ട് കൊണ്ടുപോകുന്നൊരു പ്രിഡേറ്റർ. പിന്നെ മോർട്ടാലിറ്റിയെക്കുറിച്ചും ഡീക്കയെക്കുറിച്ചും പറയുന്നുണ്ട്, അല്ല ഗ്രേവിൻ്റെ ഇമേജ് എന്നൊക്കെ പറയുന്നത് അതാണ്. ഇറോട്ടിസിസം പറയുന്നുണ്ട്. പിന്നെ കോയിനസിനെയും പേഴ്സുവേഷനെയും മിസ്ട്രസ് റിലക്റ്റ് ചെയ്ത് ഇങ്ങനെ റിലക്റ്റൻ്റായിട്ട് നിൽക്കുവാണ്, വളരെ ഷൈ ആയിട്ട്. അപ്പോൾ ആ കോയിനസിനെ ഇവിടെ സ്പീക്കർ എന്താണ്? വളരെ സ്പീക്കർ പക്ഷേ ലോജിക്കലും വിറ്റിയുമാണ്, വളരെ പ്രാക്ടിക്കൽ മൈൻഡഡുമാണ്. സമയം കളയാതെ വരാനെന്നാണ് ആര് പറയുന്നത്? സ്പീക്കർ പറയുന്നത്. പാരഡോക്സ് ഓഫ് ലൈഫ് പറയുന്നുണ്ട്. ടൈം ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ നമുക്ക് പാഷനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ജീവിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ടു ഹിസ് കോയി മിസ്ട്രസ് ഒരു കാർപ്പെ-ഡെയം ഫിലോസഫി അല്ലെങ്കിൽ കാർപ്പെ-ഡെയം പോമായിട്ട് മാറുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുക. അതായത് ഷൈനസ് പാടില്ല, ടൈം പൊയ്ക്കൊണ്ടിരിക്കുവാണ്, ടൈമിൻ്റെ വിങ്ഡ് ചാരിയറ്റ് ഹറി ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഡെത്ത് പെട്ടെന്ന് വരും, ഹ്യൂമൻ ബീങ്സിന് മോർട്ടാലിറ്റി ഉള്ളൂ, ഇമ്മോർട്ടാലിറ്റി ഇല്ല. സോ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഈ കോയിനസ് എന്ന് പറയുന്ന ഡേഞ്ചറസ് ആണ്, പാഷനേറ്റ് ആയിട്ട് തന്നെ ജീവിക്കുക, അയൺ ഗേറ്റ്സ് ഓഫ് ലൈഫ് തകർത്തെറിഞ്ഞിട്ട് തന്നെ ജീവിക്കണം. ഡെത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇൻറ്റൻസ് ആയിട്ട് ലൈഫിനെ കണ്ടു കഴിഞ്ഞാൽ ഡെത്തിനെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഓൾസോ പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് വിൽ ബി ഈറ്റൺ ബൈ വേംസ് വെൻ വി ഡൈ. അപ്പം ഗ്രേവിൽ ചെന്നിട്ട് സ്നേഹിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഫിസിക്കൽ ബ്യൂട്ടിയൊക്കെ അവിടെ ഡസ്റ്റ് അല്ലെങ്കിൽ ആഷസായി മാറിയിരിക്കും, അവിടെ അതിനൊരു വിലയുമില്ല. ഇനി ടു ഹിസ് കോയി മിസ്ട്രസിൽ ടൈമിനെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ടൈമിനെ ഇൻഫിനിറ്റ് ആയിട്ട് പറയുന്നുണ്ട്, ലിമിറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, ആൻഡ് ഇറ്റ് ക്യാൻ ബി കോൺകേർഡ് ത്രൂ പാഷൻ എന്നും പറയുന്നുണ്ട്. പിന്നെ ടൈമിനെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്, വിങ്ഡ് ചാരിയറ്റായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രിഡേറ്ററിനെ പോലെ പറയുന്നുണ്ട്. പിന്നെന്താണ്? ഹ്യൂമൻസിന് ടൈമിനെ ഡിഫൈ ചെയ്യാം, എങ്ങനെ? പാഷനേറ്റ് ആയിട്ട് ജീവിച്ച്. ഇനി മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് അല്ലെങ്കിൽ പാരഡോക്സസ് ഏതൊക്കെയാണ് ഇതിനകത്ത്? കൺസീറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുക, വേംസിനെ ഇവിടെ ഗ്രേവിലെ, അതായത് നമ്മുടെ ശ്മശാനത്തിലെ ലവേഴ്സ് എന്ന് പറയുന്നത് വേംസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെ സെഞ്ച്വറീസായിട്ട് ലവ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, അതൊരു എക്സാജറേഷനാണ്. പിന്നെ പാരഡോക്സ് വരുവാണെന്നുണ്ടെങ്കിൽ പാഷൻ ഡിഫീറ്റ്സ് ടൈം എന്നാണ് പറയുന്നത്. പിന്നെ ടൈം എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്, പക്ഷേ എന്നാലും നല്ല രീതിയിൽ ഇൻറ്റൻസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ജീവിച്ചാൽ നമുക്ക് ടൈമിനെ കോൺകർ ചെയ്യാം അല്ലെങ്കിൽ ഡെത്തിനെ കോൺകർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പോയിറ്റ്സുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ റോബർട്ട് ഹെറിക്കിൻ്റെ ടു ദ വിർജിൻസ് ടു മേക്ക് മച്ച് ഓഫ് ടൈം എന്ന് പറഞ്ഞ് റോബർട്ട് ഹെറിക്ക് ഒരു പോം എഴുതിയിട്ടുണ്ട്, ടു ദ വിർജിൻസ്. അതിനകത്തും ഇതുപോലെ തന്നെയാണ്, യൂത്ത് ആയിട്ടിരുന്ന സമയത്ത് തന്നെ ഓപ്പർച്യൂണിറ്റി സീസ് ചെയ്യുക ബിഫോർ ഇറ്റ് ഫെയ്ഡ്സ്. പിന്നെ ജെൻറ്റിലായിട്ടുള്ളൊരു ടോണിലാണ് എഴുതിയിരിക്കുന്നത്, ലെസ് ഷോക്കിംഗ് ആണ്. ആൻഡ്രൂ മാർവലിൻ്റെ കണക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല പോം എഴുതിയിരിക്കുന്നത്, അത്രയും ഫ്രാങ്ക് ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്, നാച്ചുറൽ ഇമേജറിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് റോബർട്ട് ഹെറിക്ക്. ഇവിടെ മാർവൽ വയലൻ്റ് ആയിട്ടും വളരെ ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ മാക്കബർ ഇമേജസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്റ്റഫർ മാർലോയുടെ തന്നെ മറ്റൊരു പോയമുണ്ട്, ദ പാഷനേറ്റ് ഷെപ്പേർഡ് ടു ഹിസ് ലവ് എന്നും പറഞ്ഞ്. അതും ഇതുപോലെ തന്നെ ലവിൽ പേഴ്സ്യൂഡ് ചെയ്യുവാണ്, നേച്ചറിൻ്റെ പ്ലഷറിനെയൊക്കെ ഓഫർ ചെയ്യുന്നു. ഒരു പാസ്റ്ററൽ പോയമാണ്. ഇതിനകത്തും ഇതേ ഒരു എന്താ പറയുക, ഒരു ഏർജൻസിയെക്കുറിച്ചാണ് പറയുന്നത്. മോർട്ടാലിറ്റി വരുന്നു, നമുക്ക് സ്നേഹിക്കാം എന്നുള്ളതാണ് ഇവിടെ ഷെപ്പേർഡ് അയാളുടെ ലവിനടുത്ത് പറയുന്നത്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ പിന്നെ അതുപോലെ തന്നെ സോണറ്റ്സ് ആയിട്ടുള്ള സോണറ്റ് 18-നകത്തും സോണറ്റ് 73-കകത്തും ഇത് തന്നെയാണ് പറയുന്നത്. ടൈം എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് പവറാണ് അതിനുള്ളത്, പക്ഷേ ആർട്ടും മെമ്മറിയും ബ്യൂട്ടിയെ പ്രിസർവ് ചെയ്തെടുക്കും. അപ്പോൾ ഷേക്സ്പിയർ ശരിക്കും പറഞ്ഞാൽ പോയട്രിയിലൂടെ ഇമ്മോർട്ടാലിറ്റിയാണ് സീക്ക് ചെയ്തത്. മാർവലാണെന്നുണ്ടെങ്കിൽ പോയട്രിയിലൂടെ പാഷനാണ് സീക്ക് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കമ്പയർ ചെയ്ത് എഴുതുക.